ചൂടുകാലം ആസ്വദിക്കാനായിട്ട് ഇനി കാശ്മീരിലേക്കും മണാലിയിലേക്കും ഒന്നും പോണ്ട, നേരെ നമ്മുടെ കാലിക്കറ്റിലേക്ക് വന്നാൽ മതി. കാലിക്കറ്റിലെ ഹൈലൈറ്റ് മാളിലാണ് ഈ സ്നോ ഫാന്റസി പാർക്ക് ഉള്ളത്. ഇത് അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഞങ്ങളിപ്പം താഴേക്ക് ഇറങ്ങി ചെല്ലുവാണ്. നേരെ നമ്മളിവിടെ ചെല്ലുമ്പോഴത്തേന് ടിക്കറ്റ് കൗണ്ടർ ആണ് കാണുന്നത്. അഡൽസിന് 530 രൂപയും കിഡ്സിന് 470 രൂപയാണ് ടിക്കറ്റ് പ്രൈസ്. ടിക്കറ്റ് എടുത്ത ശേഷം നമ്മൾ അകത്തേക്ക് കയറുമ്പോഴത്തേന് അവർ നമുക്കൊരു കവർ തരും. അതിനുള്ളിലാണ് നമ്മുടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് അകത്ത് യൂസ് ചെയ്യേണ്ട ഡ്രസ്സ് തരും. ഇതിനുള്ളിൽ ഷൂസ്, സോക്സ്, ജാക്കറ്റ്, അതുപോലെ കയ്യിലിടാനായിട്ടുള്ള ഗ്ലൗസ്, ഇത്രയാണ് അതിനകത്തുള്ളത്. ഇതിട്ട ശേഷം നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇതാണ് അതിന്റെ ഡോറ്. കയറുമ്പോൾ തന്നെ നല്ല തണുപ്പാണ്, കാരണം -10 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. ഈ താഴെയൊക്കെ കണ്ടോ മഞ്ഞ്, ഇത് ശരിക്കും യൂറോപ്പിലൊക്കെയാണ് ഞാൻ ഫോട്ടോസിൽ കണ്ടിട്ടുള്ളത്. മേലെ എനിക്കിത് കണ്ടപ്പോ തോന്നിയത് ഒരുപാട് ഫോട്ടോ എടുക്കാനായിട്ടുള്ള സ്പോട്ടുകൾ ഇവിടെ ഉണ്ട്. 1 hour ആണ് നമുക്കിവിടെ അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ടൈം. പക്ഷെ 1 hour ഫുള്ള് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞങ്ങൾക്ക് ഒരു 30 മിനിറ്റ് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും നമുക്ക് തണുപ്പ് സഹിക്കാൻ വയ്യാതെ പുറത്തിറങ്ങി. ഒരു മാസ്ക് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും, കാരണം മൂക്കിലൊന്നും അധികം തണുപ്പടിച്ച് കയറാണ്ടിരിക്കും. ഞങ്ങൾക്ക് മൂക്കിൽ തണുപ്പടിച്ച് കയറിയിട്ട് മൂക്കിൽ കൂടെ വെള്ളം വരാൻ തുടങ്ങി. അത്ര തണുപ്പായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങുന്നത്. ഇവിടെ ടോട്ടൽ ഒരു 4 റൈഡ്സ് ഉണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് ഈ ടൈമിനുള്ളിൽ യൂസ് ചെയ്യാൻ പറ്റും. ശരിക്കും 1 hour കഴിഞ്ഞാൽ ആരും നോക്കാനൊന്നും ഇല്ല കേട്ടോ. ആർക്കും അതിൽ കൂടുതൽ സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഇത് ശരിക്കും വണ്ടർലയിലൊക്കെ വാട്ടർ റൈഡ്സ് ഇല്ലേ, ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കയറി ചെല്ലുന്ന ബാൽക്കണി പോലൊരു സ്ഥലമാണ്. ഇവിടെ സ്നോ ബാർ ഉണ്ട്. സ്നോ ബാറിൽ ടീ, കോഫി അതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഐസ്ക്രീമും ഉണ്ടെന്നാ തോന്നുന്നത്. ഞങ്ങൾ ചെന്ന ദിവസം ഷോപ്പ് ഓപ്പൺ അല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല. ഈ ബാൽക്കണിയിൽ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് കുറച്ച് സ്പേസസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അത് ഞാൻ അങ്ങനെ കേറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജിൽ കയറുന്നത്. 1 ടൈം ഒക്കെ നമുക്ക് ഇവിടെ വന്ന ഒരു വെറൈറ്റി അനുഭവമായിരിക്കും കേട്ടോ. കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടും, പക്ഷെ അവർക്ക് ഈ തണുപ്പ് പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്താൽ ശരിക്കും നമ്മള് മണാലിയിലൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ആ ഒരു സെയിം വ്യൂ തോന്നാറുണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ടില്ലാത്തവര് ഒരു വട്ടമെങ്കിലും ഇത് വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ മറക്കണ്ട, ഇത് ഹൈലൈറ്റ് മാളിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത്.